വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനഘാജ്ഞ. ഇപ്പോൾ നമുക്ക് വെക്കേഷനൊക്കെയാണ്. അപ്പോൾ നമ്മളെ ക്രാഫ്റ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ചെയ്യുന്ന പ്ലേസ് കുറച്ച് ഭംഗിയാക്കി വെക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ഡെസ്ക് മേക്ക് ഓവറാണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് ലൈറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഫിറ്റ് ചെയ്തു. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് ഐറ്റംസൊക്കെ ചെയ്യാനുണ്ട്. ഞാൻ മിക്കതും ഹാൻഡ് മെയ്ഡായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അത്രയും സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ ഈ മന്ത് കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ശ്രമിക്കാം ഗൈസ്. ശ്രമിക്കാനല്ല, ഇടാം. ഇപ്പം ഇനി എനിക്ക് ഒരു മാസമേ ഉള്ളൂ ഗൈസ്. എനിക്കത് കഴിഞ്ഞാൽ മെയിൽ ക്ലാസ് തുടങ്ങും. ഞാൻ ഇനി 10th മെയിൽ ക്ലാസ് തുടങ്ങും. ഞാൻ എന്നെ പറ്റി ഒരു വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഇന്ന് ഞാൻ വിചാരിച്ചു എന്നെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ്. പേടിക്കണ്ട, ക്യാമറ ഒന്നും വീണ. ഇവിടെ ഭയങ്കര ചൂടാണ്. ഇവിടെ ഫാൻ ഇല്ല കേട്ടോ. ഇതൊരു ചെറിയൊരു സ്പേസാണ്. അവിടെ ഞാൻ ക്രാഫ്റ്റ് ടേബിളാണല്ലോ. ടേബിളും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഫാനില്ല, അവിടെ മാത്രമേ ഫാനുള്ളൂ. ഞാൻ ഒരു ഫാൻ എടുത്ത് ഇവിടെ വെച്ചതാണ്. അപ്പോൾ എന്നെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അനഘ. ഫുൾ നെയിം അനഘ സതീഷ് എന്നാണ്. ഞാൻ 10th പഠിക്കുന്നു. 10th സ്റ്റേറ്റ് സ്കൂളാണ്. പ്രൈവറ്റ് സ്കൂൾ ട്രിവാൻഡ്രത്ത് ശ്രീ വിദ്യാരാജ വിദ്യാമന്ദിർ വെള്ളയമ്പലം. ആ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ വീട് വന്നിട്ട് ട്രിവാൻഡ്രത്ത് കുതിരാലയം റോഡ്. ട്രിവാൻഡ്രം തൈക്കാട് കുതിരാലയം റോഡാണ് എൻ്റെ വീട് വന്നിട്ട്. അപ്പോൾ എന്നെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആയല്ലോ. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പം എൻ്റെ ടേബിളിലൊക്കെ ഞാൻ ചെറുതായിട്ടൊന്നും ഇതൊക്കെ ചെയ്ത് മുമ്പ് വെച്ചിരുന്നതാണ്. അപ്പം അതിൽ നിന്നൊന്ന് കുറച്ചുകൂടി മേക്ക് ഓവർ ചെയ്തെടുക്കുകയാണ്. എന്നെ മാത്രം ഇങ്ങനത്തെ ടേബിൾ ഉള്ളവർക്ക് കുറച്ചുകൂടി യൂസ്ഫുള്ളാവും. വൈറ്റ് ടേബിൾ ഉള്ളവർക്ക് യൂസ്ഫുള്ളാവും. എനിക്ക് പിന്നെ ഇത് വാടക വീടാണ്. ആൻഡ് ഓൾസോ നമ്മൾ വീട് വെക്കുമ്പോൾ എനിക്ക് വൈറ്റ് ടേബിളൊക്കെ എടുത്ത് തരാൻ വന്ന് അത് കഴിഞ്ഞാലും ഈ ടേബിൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. വൈറ്റ് ടേബിൾ ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണെന്നേ ഉള്ളൂ. ഇതും ഭംഗിയാക്കും നമ്മൾ. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ടേബിളുടെ അവസ്ഥ. വോള് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ വോളും ഇതൊക്കെ നല്ല ഭംഗിയാക്കി എടുക്കാനാണ് ഇന്നത്തെ ഡ്യൂട്ടി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ടേബിളിൽ വെച്ചിരിക്കുന്ന സ്റ്റാൻഡിൻ്റെ പുറത്ത് വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. ആ സ്റ്റാൻഡ് ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ വീഡിയോ കയ്യിലില്ല ഗൈസ്. നിങ്ങൾക്കിത് ഉണ്ടാക്കിയത് ഞാൻ ചെറുതായിട്ട് ബ്രീഫായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ആ സ്റ്റാൻഡ്. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഫ്ലെക്സൊക്കെ അടിച്ചിട്ട് കളയുന്ന ആ ഒരു പീസില്ലേ, അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സാധനം വാങ്ങാൻ കിട്ടും. എൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. ഈ സാധനം വാങ്ങാൻ കിട്ടും, പക്ഷെ ഭയങ്കര പ്രൈസിയാണ്. അപ്പം ഞാൻ കുറച്ച് അഫോർഡബിൾ തരത്തിലുണ്ടാക്കിയതാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ കാർഡ്ബോർഡിലും ചെയ്യാം. ഫസ്റ്റ് ഇത് കണക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. 2 പീസ് കട്ട് ചെയ്തെടുത്തു. ഇത് ഞാൻ ഇപ്പോൾ കാണിക്കാൻ എടുത്തപ്പോഴത്തേക്ക് ഒരു ക്രാക്ക് പറ്റിയതാണ്. ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് കൊണ്ട് ഒട്ടിച്ചു കൊടുത്തത്. വേറെ ഈ പീസ് ഇല്ല എടുത്ത് കട്ട് ചെയ്ത് ഒട്ടിക്കുക. അതുകൊണ്ട് ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് കൊണ്ട് ഒട്ടിച്ചു കൊടുത്തതാണ്. ഇത് കണക്കൊരു പീസ് കട്ട് ചെയ്തെടുത്തു. 2 പീസ് വേണം, ഇവിടത്തേക്കും. ആൻഡ് ഇതേ നീളം, ഇതൊക്കെ ഞാൻ ഒരു അളവെടുത്ത് ചെയ്തതാണ്. എനിക്ക് ഇതേ നീളത്തിൽ ഒരു പീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 പീസ് ജോയിൻ ചെയ്യാണ് ചെയ്തത്. ഇത് ജോയിൻ ചെയ്യാൻ ഹെൽപ്ഫുള്ള് ഫ്ലെക്സ് ക്യൂക്കാണ് കേട്ടോ. അത് വാങ്ങിച്ച് ഇത് ഞാൻ ജോയിൻ ചെയ്തെടുത്തു. അങ്ങനെ ഈ ഒരു പീസസ് റെഡി. ആൻഡ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഈ ഒരു എളുപ്പത്തിലുള്ള പീസിന് ആ ജോയിൻ ചെയ്ത് 2 എൻഡിൽ ഒട്ടിച്ചു കൊടുത്തു. അപ്പം ഇങ്ങനൊരു ഭാഗം റെഡി. ആൻഡ് അതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു സാധനം ഒട്ടിച്ചു കൊടുത്താൽ ഈ ഒരു ഭാഗവും സെറ്റ്. ആൻഡ് നെക്സ്റ്റ് ഈ ഒരു പാർട്ട് ഉണ്ടാക്കാൻ ഞാൻ ഇതൊരു ബേസാണ് എടുത്തത്. അപ്പോൾ ആ ബേസിൽ ഞാൻ ഇത് ഒട്ടിക്കുകയാണ് ചെയ്തത്.
അപ്പോൾ അതിൻ്റെ ആ ബേസിലെ ബാലൻസ് ഭാഗത്ത് ഇതുപോലെ ഒരു കുഞ്ഞ് പീസ് എടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഈ ഒരു ഭാഗം ഒട്ടിച്ചു കൊടുത്തു. ആൻഡ് ഇങ്ങനെ ഒട്ടിച്ചെടുത്തു. കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുതരാൻ അറിയാവോ, അതുകൊണ്ടാണ്. ആൻഡ് ഓൾസോ എൻ്റെ ടേബിൾ ഇങ്ങനെയാണ്. ഇവിടെ ഒരു സ്ലോപ്പും ആൻഡ് ഇവിടെ ഒരു നേർക്കുമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു അളവിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ അനുസരിച്ച് ഉണ്ടാക്കിയൊരു ഡെസ്ക് ഡെക്കോറാണ്. ആൻഡ് ഇത് ഞാൻ പെയിൻ്റ് ഒന്നും അടിച്ചില്ല. അപ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ കാണിച്ച് പെയിൻ്റ് അടിക്കാമെന്ന്. ഞാൻ അത് വൈറ്റ് പെയിൻ്റ് അടിക്കട്ടെ ഗൈസ്. മെയിൻ പ്രശ്നം എൻ്റെ കയ്യിൽ സ്റ്റാൻഡില്ല. എൻ്റെ സ്റ്റാൻഡൊന്നും പൊട്ടിപ്പോയി. അപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റൂല. ഞാൻ അതൊന്ന് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് വരാം ഗൈസ്. എൻ്റെ മനസ്സിലൊരു ചേഞ്ച് വന്നിട്ട് ഞാൻ ഇതിൽ ബ്ലൂ പേപ്പർ ചുറ്റി. പെർഫെക്ഷൻ അകത്തൊന്നും ഇല്ലാതെ നോക്കണ്ട, വെളിയിലൊക്കെ ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ പേപ്പറിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഈ സൈഡ് ഞാൻ ഒട്ടിച്ചിട്ടില്ല, പേപ്പറില്ല. അവസാനം ഇനി ഇത്ര പേപ്പർ കൂടിയേ ഉള്ളൂ. കളർ പേപ്പറൊക്കെ തീർന്നിരിക്കുകയാണ്. പിന്നെ എനിക്ക് എപ്പോഴുള്ളൊരു ബ്ലൂ തീം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ മന്ത് ഞാൻ ഓരോ തീം ചെയ്യും. അതിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം ഗൈസ്. ഇനി ഞാൻ 10th അപ്പം വീഡിയോസ് കുറച്ച് കുറവായിരിക്കും. പിന്നെ നിങ്ങളൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പം നമ്മൾ ഇപ്പം യൂട്യൂബ് ചാനൽ വീഡിയോസൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പം 1 year കഴിഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കുറച്ചുകൂടി യൂട്യൂബ് ഫാം ആവാം, വലിയ ഫാം ആവാം. അപ്പോൾ എൻ്റെ പേരെന്താ, സ്റ്റാൻഡ് ഞാൻ ഇവിടെ കുട്ടപ്പയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഈ ഒരു സാധനം വൈറ്റായിട്ട് തന്നെ കീപ്പ് ചെയ്യാണ്. ഇത് ഒരു വൈറ്റ് കളറിലിരിക്കുന്നതാണ് ഭംഗി. ആൻഡ് കളർ അടിച്ച് കൊളാക്കണമില്ല. അത് വൈറ്റായിട്ട് തന്നെയാണ് കീപ്പ് ചെയ്യണത്. ആൻഡ് ഇനി നമുക്കിവിടെ ആക്സസറൈസ് ചെയ്യാം. ഇതൊരു പാൻഡാണ് ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിനകത്ത് ഇത് കൊള്ളൂല, കുറച്ച് ചെറുതായിപ്പോയി. ഇങ്ങനകത്ത് വെക്കാനായിട്ടാണ് വാങ്ങിച്ചല്ല, ഞാൻ വാങ്ങിച്ചല്ല, എനിക്ക് തന്നെ അനിയത്തി വാങ്ങിച്ചതാണ്. ബട്ട് അവൾക്കത് വേണ്ട, യൂസില്ലാതെ തോന്നിയപ്പോൾ എനിക്ക് തന്നു, അത്രേ ഉള്ളൂ. അപ്പം ഈ പാൻഡ ഞാൻ മിക്കവരുടെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കടൽ ക്ലൗഡിൻ്റെതാണ് ഫസ്റ്റ്. അവരുടെ ഒരു പാൻഡ അല്ല, മറ്റേ ഡക്കാണ് ഗൈസ്. ഇത് കെട്ടിയിട്ട് അതിൽ കണ്ടിട്ടുണ്ട്. അവരുടെ ഒരു പാൻഡയല്ല, ഡക്കാണ്. അപ്പം ഇവിടെ വാങ്ങിച്ചപ്പോൾ പാൻഡയാണ് വാങ്ങിച്ചത്. അപ്പം അതാണ് ഞാൻ വെച്ച് കൊടുക്കണത്. അപ്പോൾ ഈ പാൻഡേനെ ഞാൻ ഇവിടെ വെച്ച് കൊടുത്തു. ഇതൊരു കുഞ്ഞു കീ ചെയിനാണ്. ഇവിടെ പൊട്ടിപ്പോയി ഗൈസ്. ഇതിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതും കൂടി വെച്ചെടുക്കുക. ഒട്ടിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് അതിനെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാണ്ടേനെ നമ്മൾ വെച്ച് കൊടുത്തു. ദെൻ ഇതൊരു മുട്ടയാണ്. ഇത് ഞാൻ ഹോംമെയ്ഡ് ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ മുട്ടയാണ്. കണ്ടോ ക്വാളിറ്റി കണ്ടോ, ഞാൻ അടിച്ചിട്ട് പൊട്ടുകണ്ട. അപ്പം ഈ മുട്ടേനെ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഈ മുട്ട നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് വെക്കാം. ഇവിടെ ഇങ്ങനെ മുട്ടേനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സെക്ഷൻ ആയിട്ടുണ്ട്. ഇനി ഈ സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, ഈ സെക്ഷനിൽ ഞാൻ വെക്കുന്നത്, ഞാൻ പെയിൻ്റൊക്കെ അടിക്കാൻ നേരത്ത് ഈ മാറ്റ് ഇട്ടിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ആ മാറ്റ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതെന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡാണ്. ഇത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം ഗൈസ്. ഇത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം തൽക്കാലത്തേക്ക് ഇവിടെ വെക്കാം. ദെൻ ഇതും ഞാൻ ഹോംമെയ്ഡ് ക്ലേ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വേറെ ഇതാണ്, അത് വേറൊരു ക്ലേ ആണ്. ഇത് വേറൊരു ക്ലേ ആണ്. ഇത് മൈദ കൊണ്ട്, അത് കോൺഫ്ലവർ കൊണ്ടാണ്. മൈദ കൊണ്ടുണ്ടാക്കിയ ക്ലേക്ക് ഇതുവരെ എനിക്കൊരു ഇതൊന്നും വേണ്ടിയില്ല. ഇങ്ങനെ ക്രാക്ക് ഉണ്ടാക്കിയ സമയം വീണതാണ് ഗൈസ്. പക്ഷെ ആ ക്ലേനെക്കാട്ടി ഇത് നല്ല ബലമുണ്ട്. ഇതുവരെ ഒന്നും ഇതിന് പറ്റിയിട്ടില്ല. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ കമൻറ്റ്
കമൻറ്റ് ചെയ്യുക, ഞാൻ ഇടാം. അപ്പോൾ ഇതിനെ ഞാൻ ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെ നിന്നപ്പോൾ അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഈ ഒരു പാർട്ട് ഈ ഒരു പ്ലേസിലോട്ട് എനിക്ക് ആവശ്യമുള്ള ബുക്സാണ് വെക്കുന്നത്. ഇത് എൻ്റെ യൂട്യൂബിലേക്ക് വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്ന ബുക്കാണ്. ചില വീഡിയോയ്ക്ക് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. പണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബ്ലാ 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 ആയിപ്പോവും, അതുകൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്യുക. അതിന് ഇത് ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത എൻ്റെ ജേണൽ ബുക്കാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് വായിച്ചൊരു ബുക്കാണിത്, ദ ഗേൾ വിത്ത് നോ ഡ്രീംസ്. സാധനം കൊള്ളാം. ആ ഒരു ബുക്ക് എനിക്കിതിൽ കീപ്പ് ചെയ്യണമെന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റിക്കി നോട്ട്സൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് ഞാൻ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ദെൻ ഞാൻ നേരത്തെ കണിച്ച ഐസ്ക്രീം സ്റ്റിക്കിൽ വെക്കാൻ വേണ്ടി ഞാൻ അതിന് വേണ്ടി ചെയ്തതല്ല, അതിന് മുമ്പ് ചെയ്തൊരു ഇതാണ്, ഫ്രെയിമാണ്. അതും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ദെൻ ഇതും ഇതെന്ത് നോട്ട്ബുക്കാണ്, ഇതുവരെ ഒന്നും എഴുതിയിട്ടില്ല, ചുമ്മാ എടുത്ത് വെച്ചിരിക്കുന്ന നോട്ട്ബുക്കാണ്. അതും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോട്ട്ബുക്സൊക്കെ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യും. ഇനി ഇതിൽ നോട്ട്ബുക്സ് വരാറുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നിന്നോളും. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണ് ഇത് ഞാൻ അത് ഒട്ടിക്കാനെടുത്തതാണ്. ഇനി ഈ വോളിലോട്ടാണ് പോണത്. ഇവിടെ നമുക്ക് പിന്നെ വരാം. ഇനി വോളിലോട്ട് പോകും. വോളിലോട്ട് നമ്മളിങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ കണ്ടില്ലേ, വോളിലൊരു കുഞ്ഞ് വാൾ പോസ്റ്റേഴ്സ് പോലെ ചെയ്തിരിക്കുന്ന അത് നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യാം. അതെങ്ങനെ, ഞാൻ കുറേയൊക്കെ ജേർണലിസ്റ്റ് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അല്ല, ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നോക്കണ്ട, ബാക്കിൽ ടി വി ഇട്ടേക്കാണ്. എൻ്റെ ടേബിള് ടി വിയുടെ അവിടെ വരുന്നതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹാൻഡ് മെയ്ഡ് ഐറ്റംസൊക്കെ എൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം ഗൈസ്. ഞാൻ എങ്ങനെയാണ് ചെയ്യണതെന്ന് പറഞ്ഞുതരാം. നമുക്ക് പ്രിൻ്റ് എടുത്താൽ തന്നെ കുറേ പൈസ നമുക്ക് ലാഭിക്കാം ഗൈസ്. പ്രിൻറ്റിന് എത്ര രൂപ, അത്രയും രൂപ പോലും നമുക്ക് വേണ്ട സാധനം. ഞാൻ ഇത് പല ടെക്നിക്സ് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് ഗൈസ് ഇങ്ങനെയൊക്കെ. അപ്പം എനിക്കും അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് തോന്നി, അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ആ പോർട്രേറ്റ്സ് ഉണ്ടാക്കാം. കുറച്ച് ഷീറ്റ് എടുക്കാം. ലൈറ്റ് ബ്ലർ ആവണുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് പേപ്പേഴ്സിൻ്റെ ഇത് കിട്ടും. ഇതുമാതിരി കിട്ടുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വേണ്ട ഡ്രോയിങ്സ് വരച്ചെടുക്കാം. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ഡ്രോയിങ്സ് വരച്ചിട്ട് തരാം. എനിക്ക് വീഡിയോ എടുക്കാനും നോക്കാനും ഒക്കെ ഒരു ഫോണേ ഉള്ളൂ, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. ഞാൻ ഡ്രോയിങ് വരച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇങ്ങനെ പല ഡിസൈനിലും ഇതിലും ഒക്കെ ഗ്രിഡ്സ്, 2 ടൈപ്പ് ഗ്രിഡ്സ് ഉണ്ട്. അങ്ങനെ പല മോഡലിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വോളിലോട്ട് സ്റ്റിക്ക് ചെയ്യാൻ പോവേണേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. കാണണ്ടേ നമ്മളെ ഫൈനൽ ലുക്ക്? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഫൈനൽ ലുക്ക്. ആ ഡെസ്കിൽ അതും ഇതെല്ലാം ഇവിടെ ആയിട്ട് ഇവിടെ വെക്കണ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരും. അപ്പം ഞാൻ വീഡിയോ ഇടാം. ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചതെന്ന് പറയട്ടെ. മീഷോ 125 രൂപയ്ക്ക് ഇത് 2 വാങ്ങിച്ചാണ്. സാധനം കൊള്ളാൻ കേട്ടോ. 125 രൂപയ്ക്ക് ഇത് 119 രൂപയ്ക്ക് മീഷോന്ന് ഞാൻ വാങ്ങിച്ചത്. ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഏപ്രിൽ മന്ത് ബ്ലൂ തീം ചെയ്തു. അടുത്ത നെക്സ്റ്റ് വരുന്നത് മെയ്ക്ക് നിങ്ങൾക്ക് ഏത് തീം വേണമെന്ന് കമൻറ്റ് ബിലോ ഗൈസ്.